സിപിഎമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയാണ്. സിപിഎമ്മിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കാണ് രക്തസാക്ഷി ഫണ്ട് വിവാദം. അത് കണ്ണൂരിൽ ഒതുങ്ങുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തും അത്തരം ഒരു വലിയ ഗൗരവമുള്ള ആരോപണം വരികയാണ്. RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ കുടുംബം പാർട്ടി വിടുന്നു എന്ന സഹോദരൻ വിനോദ് പരസ്യമായി വ്യക്തമാക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച മുൻ ലോക്കൽ സെക്രട്ടറി ടി രവീന്ദ്രൻ നായരെ CTU ജില്ലാ സെക്രട്ടറി ആക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ, ഗൗരവതരമായ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിക്കുകയാണ് ഇപ്പോൾ കുടുംബം. ആ പ്രതികരണം: അരിയൻ്റെ മരണം കഴിഞ്ഞ ഉടനെ തന്നെ പാർട്ടി ബന്ധപ്പെടുകയും അത് ഒരു പാർട്ടി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങണമെന്ന് പറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും അത് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അത് ഔദ്യോഗികമായിട്ട് പാർട്ടി വിഷയമായിട്ട് മാറ്റണം, അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞതിന് പ്രകാരം നേതാക്കന്മാരെല്ലാവരും നിർബന്ധിച്ചതുകൊണ്ടാണ് ഞങ്ങളത് അംഗീകരിച്ചത്. ഇമ്മീഡിയറ്റ്ലി പാർട്ടി ഫണ്ട് കളക്ട് ചെയ്തു. ഫണ്ട് വിതരണം നടത്തിയത് പിണറായിയാണ്. 10 ലക്ഷം രൂപ കളക്ട് ചെയ്തു. 5 രൂപ അമ്മയുടെ പേരിലേക്ക് മാറ്റുകയും 5 രൂപ പാർട്ടി അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുകയും ചെയ്തു. 2-3 വർഷം മുമ്പെയാണ് ഇത് അറിയുന്നത്. അവിടുത്തെ കൈതമുക്കിലെ സഹകരണ ബാങ്കിലായിരുന്നു. അപ്പോൾ അവരിത് അവിടെയുള്ള ജീവനക്കാരെ പറഞ്ഞ് ആ കാശ് അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരക്കപ്പറ്റി ഇല്ലയെന്ന് അറിയുകയും അത് പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും പരാതി കൊടുത്തു. ഈ രവീന്ദ്രൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ അന്നത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഇത് കൈകാര്യം. അദ്ദേഹം ഇത് എടുത്തതായിട്ട് അംഗീകരിച്ചു. പാർട്ടി അയാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിലും ഏരിയ കമ്മിറ്റി മെമ്പർ എന്ന നിലയിലും നടപടിയെടുത്ത് താഴെ പാർട്ടി മെമ്പറാക്കി. രക്തസാക്ഷി ഫണ്ടൊക്കെ തൊടുക എന്ന് വെച്ചാൽ പിന്നെ ആ പാർട്ടിയിൽ ഉണ്ടാവില്ല അയാൾ. അപ്പോൾ അയാൾ പാർട്ടി മെമ്പർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അതിനെതിരായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വിഷ്ണു, രക്തസാക്ഷി ഫണ്ട് എങ്ങനെയാണ് ആവിയായി പോയത്? ബാങ്കിൽ നിന്ന് ആ പണം ആരുടെ പോക്കറ്റിൽ എങ്ങനെ പോയി? എന്തുകൊണ്ട് പാർട്ടി ഇടപെട്ടില്ല? എങ്ങനെയാണ് ആരോപണ വിധേയനായ പാർട്ടി നേതാവിന് ഇപ്പോൾ പ്രൊമോഷൻ പാർട്ടി നൽകാൻ തീരുമാനിക്കുന്നത്? CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് അംഗം കൂടിയാണ് ഇപ്പോൾ സംസാരിച്ച വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് എന്നതും വളരെ പ്രധാനമായി മാറുന്നു. പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യങ്ങൾ കൂടി തുറന്നു പറയാൻ തീരുമാനിച്ചത് എന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. AK സ്റ്റെഫിൻ തരുന്നുണ്ട്. സ്റ്റെഫിൻ, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലും ഒപ്പം കുടുംബം പാർട്ടി വിടുന്നു എന്ന പ്രതികരണത്തിലും പാർട്ടിയുടെ ഭാഗത്ത് പ്രതികരണമുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? ുമായി ബന്ധപ്പെട്ട വിഷയം CPM-നെ സംബന്ധിച്ചിടത്തോളം അതിവൈകാരികമാണ്. കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം മറ്റും വിളിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയായി തീരുമെന്നൊരു വിലയിരുത്തലായിരുന്നു CPM-ന് ഉണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് പാർട്ടി അത്യന്തം ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് വഞ്ചൂർ. അങ്ങനെ ആ വഞ്ചൂരിൽ വെച്ചാണ് CPM-ന്റെ DYF-യുടെ നേതാവായിട്ടുള്ള വിഷ്ണു കൊല്ലപ്പെടുന്നത്. RSS-ന്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെടുന്നത്. അങ്ങനെ ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നാണ് വിനോദ് അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർത്തുന്നത്. സാധാരണഗതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഒരു നേതാവ് പെട്ടുകഴിഞ്ഞാൽ അത് ആ നേതാവ് പാർട്ടിക്ക് പുറത്താണ്. പിന്നെ ഒരിക്കലും പാർട്ടി ഘടകങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രധാന സ്ഥാനങ്ങളിലേക്കോ ഒന്നും തിരിച്ചു വരില്ല. ഇവിടെ ഗുരുതരമായിട്ടുള്ള ആരോപണം വിനോദ് ഉയർത്തുന്നത് അങ്ങനെ ഒഴിവാക്കപ്പെട്ട ഒരു നേതാവിനെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കളുടെ പിന്തുണയോടുകൂടി വീണ്ടും സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർത്തുന്നത്. രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം CPM എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് അവരെ കാണുന്നതെന്ന്. കാരണം ഓരോ ജില്ലാ സമ്മേളനമായിക്കോട്ടെ, സംസ്ഥാന സമ്മേളനമായിക്കോട്ടെ, CPM-ന്റെ എന്ത് പരിപാടി ആയിക്കോട്ടെ, രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കും, രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന അവതരിപ്പിക്കും. അതിനുശേഷമാണ് ഓരോ സമ്മേളനങ്ങളും പരിപാടികളും എല്ലാം തന്നെ അവർ തുടങ്ങുക. വൈകാരികമായ ഒരു വിഷയമാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് രക്തസാക്ഷികൾ എന്നത്. രക്തസാക്ഷി ഫണ്ട് പക്ഷേ ആരുടെ പോക്കറ്റിലേക്ക് പോകുന്നു? എന്തുകൊണ്ട് പൊതുജനത്തിന് മുന്നിൽ കണക്ക് അവതരിപ്പിക്കുന്നില്ല? അത് പാർട്ടിക്കുള്ളിൽ അവതരിപ്പിക്കും. അങ്ങനെയെങ്കിൽ പാർട്ടിക്കുള്ളിൽ പിരിവ് നടത്തിയാൽ മതിയല്ലോ എന്ന തിരിച്ചുള്ള ചോദ്യവും വളരെ പ്രസക്തമാകുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് ഇന്നൊരു പ്രതികരണം കുഞ്ഞികൃഷ്ണൻ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. CPM പ്രകോപനത്തിന് ശ്രമിക്കുന്നതായി പാർട്ടി പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ ഇന്ന് ആരോപിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ് തന്നെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ ആളുടെ ബൈക്ക് കത്തിച്ചത്. പയ്യന്നൂരിലെ പാർട്ടിയിലുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് താങ്ങും തണലും നൽകുന്നത് MLA മധുസൂദനാണ് എന്ന് കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നു. ഈ നിലയിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ നിലക്ക് നിർത്താൻ തയ്യാറാകണം. ക്രിമിനൽ സംഘം സ്ഥിരമായി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ പുതിയ കാലത്ത് തെറ്റായ നിലയിലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഘം വളർന്നു വന്നിട്ടുണ്ട്. അവർക്ക് താങ്ങും തണലും നൽകുന്ന ആളുകളുണ്ട്. MLA ഉൾപ്പെടെ അവർക്ക് താങ്ങും തണലും നൽകുന്നതാണ്. അതേസമയം വി കുഞ്ഞികൃഷ്ണ വീട്ടിലേക്ക് നടത്തിയ പ്രകടനത്തെ തള്ളിപ്പറയുന്നുണ്ട് CPM. ഇനി പ്രകടനങ്ങൾ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇന്ന് വന്ന പ്രതികരണം? അതേസമയം കുഞ്ഞികൃഷ്ണനെ കൂടി അനുനയിപ്പിക്കാൻ
നേരിട്ടിറങ്ങുകയാണ് പി ജയരാജൻ. അതിനിടയിൽ രാഷ്ട്രീയമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫണ്ട് തട്ടിപ്പ് വിവാദം രാഷ്ട്രീയ ചർച്ചയാക്കുകയാണ് BJP. പയ്യന്നൂർ MLA TA മധുസൂദന്റെ ഓഫീസിലേക്ക് BJP ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയെ പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കും.